സർട്ടിഫിക്കറ്റാണ്, 5 സർട്ടിഫിക്കറ്റ്. അത് കിട്ടിയാലെല്ലാമായി. 5 സർട്ടിഫിക്കറ്റ്. ഒന്ന് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് വളരെ പ്രധാനമാണ്. ഇനി പറയാൻ പോകുന്ന 4 സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് മതി. പക്ഷേ 1ാമത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വേണം. അല്ലെങ്കിൽ സ്വർഗത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റൂല. അതിൻ്റെ കൂടെ വെക്കാനുള്ളതാണ് 5 സർട്ടിഫിക്കറ്റ്. 1ാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കളി. ഒരാൾ കള്ളുടിയനാണ് നിൽക്കുക. മോനെ എടാ ഒരാൾ കള്ളുടിയനാണെന്ന് വെച്ചോളിട്ടോ, ഓനും എൻ്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ഒരാൾ വ്യഭിചാരിയാണെന്ന് വെക്കുക, ഓനും എൻ്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാണ് സ്വർഗം. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരാൾ തെറ്റണമെങ്കിൽ അവൻ ഉമ്മയോട് പിണങ്ങിയിരിക്കണം, അവൻ ഉമ്മാനോട് തെറ്റിയിരിക്കണം. ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ എല്ലാ പ്രശ്നക്കാരും പ്രശ്നം തുടങ്ങുന്നത് ഉമ്മയിൽ നിന്നാണ്. ഉമ്മാനോട് പിണങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉമ്മയാണ്. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. 1ാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെത്. 2ാമത്തെ സർട്ടിഫിക്കറ്റ് ഭാര്യക്ക് ഭർത്താവിൻ്റേത്, ഭർത്താവിന് ഭാര്യയുടേത്. 3ാമത്തെ സർട്ടിഫിക്കറ്റ് 10 കൂട്ടർക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറഞ്ഞതിലെ 10ാമത്തെ ആള് വൽമർഅതു സ്വാലിഹതു ലി സൗജിഹാ മൂതിയതുൻ ഖില്ലി വദി തമാമുഹാ. 10 ആളുകൾക്ക് ഷഡൻ ഇജാബത്തുണ്ട്. ദ്വാരനാല് ഉടനെ ഉത്തരം കിട്ടും 10 പേർക്ക്. 1 ആലിം, 2 മുത്താലിം. ദുആ വശിരിൻ ലം യുറദ്ദ റബ്ബുന വഉദ്ദഉ ലാ ആലിമൻ ഫീ ദീനിന വസാനി മൻ യതഅല്ലമുൽ ഇൽമ അഖി സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖി. 1 ആലിം, 2 മുത്താലിം. 3ാമത്തേത് സൽസ്വഭാവി. സൽസ്വഭാവിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. സൽസ്വഭാവി എന്ന് പറഞ്ഞാരാ? ഒരാള് സൽസ്വഭാവി ആവാൻ എത്ര കാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ 1000 കാര്യം ചെയ്താലും സൽസ്വഭാവി ആവണമെന്നില്ല. എന്നാൽ ഒരാൾ ദുസ്വഭാവി ആവാൻ 1 കാര്യം മതിയാവും. ദുസ്വഭാവി ആവാൻ 1 കാര്യം മതി. സൽസ്വഭാവി ആവാൻ 1000 കാര്യം ചെയ്താലും മതിയാവില്ല. എന്നാൽ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാവുന്ന ഒരു വാക്കുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളി, ഞാനേ പറയാൻ പോവുകയാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നു. കുറേ സമയം ഇങ്ങനെ സദസ്സിലിരുന്നു. മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്, എപ്പോഴും വരാറില്ല. അതുകൊണ്ട് ഒഴിവിട്ടിയപ്പോൾ ഒന്ന് വന്നതാ. കുറേ സമയം ഇരുന്ന് ഉപദേശങ്ങളൊക്കെ കേട്ട് പോകാൻ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഇസ്ലാം പറഞ്ഞാൽ എന്താണെന്ന് മൂപ്പർക്ക് അറിയായിട്ടല്ല ചോദ്യം, നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനാ. ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ഇസ്ലാം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പര് പ്രതീക്ഷിച്ച മറുപടി ആയില്ല. പ്രതീക്ഷിച്ച മറുപടി കുറച്ചൊരു വിശാലമായ മറുപടി കിട്ടും, അത് നാട്ടിൽ പോയിട്ട് ഒന്ന് നീട്ടി വലിച്ചൊരു വയലൊക്കെ ആക്കി പറയാമെന്നാണ് കരുതിയത്. പക്ഷെ അത് ഒറ്റ വാക്കിൽ ഒതുങ്ങി. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് വേറൊരു വൈക്ക കൂടി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. 2ാമതും അതേ മറുപടിയാണ്, പോയില്ല, അവിടെ തന്നെ ഇരുന്നു. 3ാം പ്രാവശ്യം ഇങ്ങനെ വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് തലം കണ്ടിട്ടിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. ഇനി വേറൊരു മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങി. പോകുകയാണെന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ടനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുക്കും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽസ്വഭാവം. നമ്മളാരും ചാറിൽ ഉപ്പേരേന് ചൂടാകണത് ഈ ഹദീസ് അറിയാത്തോണ്ടൊന്നല്ല,
ഇതേമാതിരി അറബി വാക്ക് പറയാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. എന്നാലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഇൽമായി നിലകൊണ്ടത് കൊണ്ട് ഒരു കാര്യമില്ല. ഇൽമ ഹാലാവണം. നമ്മുടെ വിവരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ കാര്യമുള്ളൂ. വിവരമായി നിലനിന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാം. നീ ആരോടും ദേഷ്യപ്പെടരുത്. ലാ തഗ്ളബ് അഹദാ. ഇന്നത്തെ ക്ലാസ്സിന്ന് നിങ്ങൾ ഈ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം മുതലായി. ഒരു പ്രശ്നവുമില്ല. എല്ലാ പ്രശ്നവും ഈ ഒരൊറ്റ ഹദീസ് കൊണ്ട് തീർന്നു. ലാ തഗ്ളബ് അഹദാ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോ നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു എന്ന് മുഹമ്മദ് നബി. പക്ഷെ ഞാൻ അത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആണുങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും, അവിടെ ഇരുന്ന് കേക്കടി. ഓൽക്ക് തോന്നുന്നുണ്ടാവും, ചുരുളിച്ചിങ്ങനെ കേട്ടോളി. ആർക്കും ഇത് അവനാനോടാന്ന് തോന്നണില്ല. ഇതന്നെ പ്രശ്നം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോടാണ്, നിങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പെണ്ണുങ്ങളോട് വേറെ പറഞ്ഞു, ആണുങ്ങളോട് വേറെ പറഞ്ഞു. ഞാൻ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറഞ്ഞത്, സൽസ്വഭാവികളാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദേഷ്യപ്പെടൂല എന്ന് തീരുമാനിക്കണം. എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് അതിന് കഴിയില്ല. 100% ഉറപ്പാണ് കഴിയില്ല എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കണം, എന്തേ, ഞാൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ്. ആ തീരുമാനം എപ്പോൾ മാറ്റിയോ അന്ന് മുതൽ നിങ്ങൾ ദേഷ്യമില്ലാത്ത ആളാവും. ആ തീരുമാനം മാറ്റിയാൽ മതി, ഒരു പ്രശ്നമില്ല. ആ തീരുമാനം മാറ്റിയാൽ മാറും. നമ്മൾ ആദ്യം തന്നെ ഞാൻ ദേഷ്യമുള്ള ആളാന്ന് തീരുമാനിച്ചു വെക്കരുത്. അയോഗ്യതകളെ യോഗ്യതയായി മനസ്സിലാക്കരുത്. ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ യോഗ്യതയായിട്ടാണ് കാണുന്നത്. കുറച്ചൊക്കെ ഉണ്ട്, 250 കുറച്ചൊക്കെ ഉണ്ട്. ഭയങ്കര യോഗ്യത അല്ലേ മുമ്പ് പറഞ്ഞേ. ബൈപ്പാസ് കഴിഞ്ഞു എന്നൊക്കെ എത്ര അഭിമാനത്തിലാണ് പറയാന്നറിയാം. രോഗികൾ രോഗികളായി തുടരുന്നതിന്റെ കാരണം അവർ രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ദണ്ണം മാറാത്തതിന്റെ കാരണം ദ്വാരക്കാത്തതോ മജ്‌ലിസിനൂർക്ക് പൈസ കൊടുക്കാത്തതോ ഒന്നുമല്ല. രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആശുപത്രിയുടെ പേര് വലുതാകുന്നതിനനുസരിച്ച് അഭിമാനമുണ്ട്. എന്നാ അഭിമാനം മാറുന്നുണ്ടോ അന്നേ ദണ്ണം മാറുള്ളൂ. അസുഖത്തിൽ നമ്മൾ അഭിമാനം കണ്ടെത്തുന്നുണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. കുറച്ചൊക്കെ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനമാണ്. ചായക്ക് മധുരം വേണ്ട എന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനത്തിലാ പറയാ. കോഴി വേണ്ട എന്ന് ഭയങ്കര അഭിമാനത്തിലാ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹലാല എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം, കുറച്ച് ഇത് തിന്നാൻ മതി എന്ന് മാത്രം. മൂക്കറ്റം തിന്നാൻ ഒരു സാധനം പറ്റൂല. ഒരാൾ മൂക്കറ്റം തിന്നാൻ തീരുമാനിച്ചാൽ കാബേജും പറ്റൂലല്ലോ, ഉള്ളിയും പറ്റൂല. വള്ള നിറച്ച് ഉള്ളി തിന്നാനൊന്നും പാടില്ല. ഉള്ളി നല്ല സാധനം തന്നെയാണ്, പക്ഷെ ഉള്ളിക്കും ചില കുഴപ്പങ്ങളുണ്ട്. വള്ള അരച്ച് തിന്നാൽ കോഴിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നമൊക്കെ ഉള്ളിക്കും ഉണ്ട്. ആ ക്യാമറ അവിടെ ഉള്ളതൊരു പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കോഴിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. ഇപ്പം ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കുണ്ട്. ഇപ്പം ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ അതും തിന്നാൻ പാടുള്ളൂ. ഇതിലേറെപ്പം അത് മനസ്സിലാകുന്ന രൂപത്തിൽ എങ്ങനെയാ പറയാം, കുട്ടികളിലുകൊണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഏതായാലും മനസ്സിലായല്ലോ, അതന്നെ സംഗതി. അപ്പം ആ പ്രശ്നം ഉള്ളിക്കുണ്ട്. അപ്പം അതും ധാരാളം തിന്നാനൊന്നും പറ്റൂല. എല്ലാ സാധനവും തിന്നാൻ കുറച്ച് തിന്നാലേ മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഹദസിഹാ വബസലിഹാ എല്ലാം തിന്നാം. അല്പം തിന്നാണെങ്കിൽ ഒന്നും തിന്നാൻ പറ്റൂല തോനെ തിന്നാല്. ഇതാണ് അതിന്റെ തിയറി എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കാൻ നമുക്ക് പറ്റണം. ഹലാലായ എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം. കുറച്ച് തിന്നാൽ മതി എന്ന് മാത്രം. എല്ലാ സാധനം കൊടുന്ന വെച്ചതൊക്കെ രസം തിന്നുക, അതാണ് അതിന്റെ ശരിയായ രീതി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ രോഗമുണ്ട് എന്നതിൽ അഭിമാനം കാണരുത്. അഭിമാനം കണ്ടാൽ ആ രോഗം നിലനിൽക്കും, അത് മാറിപ്പോവില്ല. രോഗങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് രക്ഷാരോഗങ്ങളുണ്ട്, ഒന്ന് ശിക്ഷാരോഗങ്ങളുണ്ട്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ മിക്കവാറും ശിക്ഷാരോഗങ്ങളാണ്. അപ്പൊ നമ്മൾ പറയല്ലോ 2 ദിവസമായിട്ട് ഭയങ്കര പനിയിരുന്നു എന്ന് പറയല്ലോ. വാസ്തവത്തിൽ പനി ശിക്ഷാരോഗമാണ്. അൽ-ഹുമ്മ ഫൈഉ മിൻ ഫൈഇ ജഹന്നം എന്ന ഹദീസിൽ നസ്സാണ്. പനി എന്ന് പറയുന്നത് നരകത്തിന്റെ തീജ്വാലകളിൽപ്പെട്ട ഒരു ജ്വാലയാകുന്നു എന്നത് നസ്സായി ഹദീസിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പനി ശിക്ഷാരോഗമാണ്. 2 ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു എന്ന് എന്തിനാ നമ്മൾ അഭിമാനത്തോടെ പറയണത്? അത് അഭിമാനത്തോടെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് നടുമ്പുറത്ത് കൂടെ 2 തല്ലാണ് കിട്ടിയെന്ന് നമ്മൾ ആരെങ്കിലും അഭിമാനത്തോടെ പറയലുണ്ടോ? അത് കിട്ടിയാൽ തന്നെ ആരോടും ഉണ്ടായിരിക്കല്ലേ ചെയ്യണത്. കാരണം അത് ശിക്ഷയാണ്, അത് കിട്ടാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് പറയില്ല. പനി ശിക്ഷാരോഗമാണ്. അപ്പൊ രോഗങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ശിക്ഷാരോഗമുണ്ട്, ഒന്ന് രക്ഷാരോഗമുണ്ട്. രക്ഷാരോഗം നമുക്ക് ആർക്കും ഉണ്ടാവില്ല. അത് അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിവർക്ക് ദറജ ഉയർത്താൻ വേണ്ടി നൽകപ്പെടുന്ന രോഗമാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ദണ്ണുണ്ട് എന്നുള്ളതിൽ അഭിമാനം കാണണ്ട. എന്ന് അസുഖമുണ്ട് എന്നതിൽ അഭിമാനം അവസാനിക്കുന്നു അന്ന് ആ ദണ്ണം മാറിപ്പോകും. ഫക്കീറായി തുടരുന്നതിന്റെ കാരണം ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 25,000 സക്കാത്ത് പിരിക്കാൻ പോയി, പെരേ കൂടെ ഒക്കെ കയറി സക്കാത്ത് പിരിച്ചു. എണ്ണി വെക്കുമ്പോൾ കുറച്ച് കായൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മനസ്സിൽ പറഞ്ഞു, പഠിച്ചോനെ ഇക്കൊല്ലത്തെ 25,000 സക്കാത്ത് കിട്ടിയത് വളരെ കുറവാണ് റബ്ബേ, അടുത്ത കൊല്ലത്തെ 25,000 എനിക്ക് കുറച്ച് തോന സക്കാത്ത് തരണേ അല്ലാന്ന് മനസ്സിൽ. എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25,000 ഇന്നെ ഫക്കീറായി നിലനിർത്തണേന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എങ്ങനെ ഓൻ്റെ പെരപ്പണി തീരുക? എനിക്ക് നിങ്ങൾ സക്കാത്ത് തരണ്ട എന്ന് ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ വർഷത്തിലാണ് ഞാൻ കാറ് വാങ്ങിയത്. ഹക്ക് എനിക്ക് ഇങ്ങോട്ട് നടേണ്ട കാര്യമൊന്നുമില്ല, വരേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങൾ സക്കാത്ത് തരരുത്, എനിക്ക് സക്കാത്തിന് അവകാശമില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ കൊല്ലം കാറ് വാങ്ങിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് സക്കാത്ത് വാങ്ങുക എന്നത് അഭിമാനമുള്ള കാര്യമല്ല. വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും മോശപ്പെട്ട മുതൽ സക്കാത്തിന്റെ മുതലാണ്. അതുകൊണ്ടാണ് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല പറഞ്ഞത്. നല്ല മുതലാണെങ്കിൽ ആദ്യം തങ്ങന്മാർക്ക് കൊടുക്കണം എന്നല്ലേ പറയാം, നല്ല മുതലല്ലത്. അതുകൊണ്ട് സക്കാത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്, സക്കാത്ത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കണം. അത് എന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ അന്ന് നിങ്ങൾ സമ്പന്നന്മാരായിരിക്കും. ആ കാര്യം തീർച്ചയാണ്. മുതലിനൊരു കുഴപ്പമില്ല, ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വേണം. പക്ഷെ മുതലുമ കിടന്ന് കെട്ടുമറിയാതിരുന്നാൽ മതി. ഇതാണ് പ്രശ്നമുള്ളൂ. പൈസക്കല്ലല്ലോ പ്രശ്നം, പൈസ കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത്. ആ പ്രശ്നം ഇല്ലാതിരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് പല ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും നമുക്ക് അഭിമാനമുണ്ട് എന്നത് നമ്മുടെ ആ പ്രശ്നം നിലനിൽക്കുന്നതിന്റെ കാരണമാണ്. അത് നമുക്ക് എന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അന്ന് നമ്മുടെ ജീവിതം വലിയ പുരോഗതിയുള്ള ജീവിതങ്ങളായിരിക്കും. വജദ ഹലാവത്തൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയം വറസൂലാ. ഈമാൻ ഭയങ്കര രസമുണ്ട്. ഈമാന്റെ ആ രസം നമുക്ക് കിട്ടണം. അപ്പോഴാണ് മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക. ഈമാൻ കൂടുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കൂടുന്നത്, ഈമാൻ കുറയുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കുറയുന്നത്. വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. വർദ്ധിച്ച ഈമാന്റെ ഉദാഹരണം സയ്യിദ്നാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തെ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കുകയാണ്. സഹാബത്തെ, സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 120 അടയാളങ്ങളുണ്ട് സഹാബ. സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 120 അടയാളം ഉണ്ട് പറഞ്ഞു. അപ്പൊ പള്ളിന്റെ പുറത്ത് ചെരുവിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കണേ. വാതിലിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ തലയിട്ടിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗാവകാശിനെ മനസ്സിലാക്കാൻ 120 അടയാളം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരടയാളം ഇന്റെ മേത്ത് കാണാണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആ 120 അടയാളങ്ങളും നിങ്ങളിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മേത്ത് സ്വർഗാവകാശികളുടെ എത്ര അടയാളം കാണാനുണ്ട്? സ്വർഗത്തേക്ക് പോകണം എന്നുള്ള നമ്മുടെ എല്ലാവരും ആഗ്രഹം തന്നെയാണ്. അള്ളാഹു ആഗ്രഹം പോലെ ആക്കി തരട്ടെ. പക്ഷെ ആഗ്രഹിക്കാനെങ്കിലും പറ്റണം കേട്ടോ. മുഅ്മിനായ മനുഷ്യന് ഒരു ശക്തമായ ആഗ്രഹം ഒരു വിഷയത്തിലുണ്ടോ ആ വിഷയത്തിലേക്ക് അള്ളാഹു അവനെ എത്തിക്കും. ഹജ്ജിന് പോകണമെന്ന് നിങ്ങൾക്ക് ശക്തമായ ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും. പറ്റിയാ പോകണം എന്നാണ്, എന്നാൽ പറ്റുമ്പോൾ പറയുന്ന അള്ളാഹു തആലയും പറയും. തന്നെ സംഗതി. ഇനിയിപ്പോൾ ആൾക്കാർ ഹജ്ജിന് പോകാൻ നിൽക്കുകയല്ലോ, ഈ ഹജ്ജിന് പോയി വന്നാൽ അടുത്ത ഹജ്ജിനുള്ള അപേക്ഷ എണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുക എന്താ, അതൊക്കെ ഇപ്പം നമുക്ക് തൗഫീക്ക് ഉണ്ടാവുമ്പോൾ പോകണം എന്ന്. തൗഫീക്ക് ഉണ്ടാവുമ്പോൾ പോകണം. അപ്പം ആദ്യം ആര് വരണം? തൗഫീക്ക് വരണം, എന്നാൽ മൂപ്പര് പോയിക്കോളും. ഈ തൗഫീക്കിനൊരു പ്രത്യേകത ഉണ്ട്. തൗഫീക്ക് നിയ്യത്തിൻ്റെ ശേഷമേ വരുള്ളൂ, നിയ്യത്തിൻ്റെ മുമ്പ് വരില്ല. എല്ലാം ശ്രദ്ധിക്കണേ ഞാൻ ഈ പറഞ്ഞത്. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. താഴ്വസ്താദ് അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തട്ടെ. പോണെന്നണ്ട് കരുതിയാൽ തൗഫീഖ് പിന്നിന്ന് വന്നിട്ടും തള്ളും, അല്ലാതെ തൗഫീഖ് മുന്നിൽ നടന്നിട്ട് പോരെ എന്ന് പറയില്ല. അത് വിചാരിക്കണ്ട, അത് വിചാരിക്കണ്ട. അപേക്ഷ കൊടുക്കാൻ 600 റുപ്യ വേണ്ടുള്ളൂ. തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, താമസം എന്നിവ കഴിച്ച്, മരുന്ന് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് 600 റുപ്യ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കി. നറുക്കെടുപ്പിൽ കിട്ടുമ്പോഴല്ലേ
അള്ളാഹ് ഏറ്റവും വലിയവനാണ്, ഓൻ വജ്ജ് തരും. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് ഓൻ വജ്ജ് തന്നില്ലെങ്കിലോ എന്താ കാട്ടാൻ? തരാത്തവനല്ലേ. അപേക്ഷ കൊടുക്കാനുള്ള 600 റുപ്യ ഉണ്ടോ? അപേക്ഷ കൊടുത്താൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ്. കാരണം എന്താ? ഒരാൾ നന്മ വിചാരിച്ചാൽ ആ നന്മന്റെ കൂലി ഉണ്ട്. പോണ്ടേ ഹജ്ജിന്റെ കൂലിട്ടനെ, അപേക്ഷ കൊടുത്താൽ മതി കൂലിട്ടന്. ഒരു നന്മ ജസാഉൽ ഹസനതി, നന്മയുടെ കൂലി ബി അശ്രി അംസാലിഹാ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ പള്ളിക്കൊക്കെ ഒരു 10,000 റുപ്യ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ തീരുമാനിച്ച സമയം മുതൽ 10,000 റുപ്യ പള്ളിക്ക് കൊടുത്തതിന്റെ കൂലി അവൻ്റെ ഏടിൽ എഴുതി. പിന്നെ കൊടുത്തതിന്റെ 10 ഇരട്ടി കൂലി പിന്നെ എഴുതും. കൊടുത്തില്ലെങ്കിൽ എഴുതിയത് വെട്ടൂല. ആ പരിപാടിയില്ല, എഴുതിയത് വെട്ടണ പരിപാടിയില്ല. ഓന് കൊടുക്കാൻ പറ്റിയില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തീരുമാനിച്ചതിന്റെ ഒരു കൂലി വെട്ടണില്ല, ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഒന്നുകൂടി ഗൗരവമുള്ളൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ കള്ളുടിക്കാൻ തീരുമാനിച്ചു, അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരാൾ മദ്യപിക്കാൻ കള്ളുടിക്കാൻ തീരുമാനിച്ചു, പിന്നെ കുടിക്കണ്ടെന്ന് വെച്ചു. എന്നാൽ അവൻ്റെ ഏടിൽ അതിൻ്റെ കൂലി കൊണ്ട് എഴുതും. ഒരു തിന്മ ഒരാൾ വിചാരിച്ചിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ കൂലി അവൻ്റെ ഏടിൽ എഴുതി വെക്കും. ഒരു നന്മ ചെയ്തതിൻ്റെ കൂലി എഴുതി വെക്കും. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നമ്മൾ അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിന് അള്ളാഹു തആല നമുക്ക് ഒരുപാട് വഴികളെ തുറന്നു തരുന്നു. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ തന്നെ കൂലിയുണ്ട്. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ അതിന് ശിക്ഷയില്ല, ചെയ്താലേ ശിക്ഷയുള്ളൂ. ഒരു തിന്മ വിചാരിച്ചിട്ട് പിന്നെ ആ തിന്മ വേണ്ട എന്ന് വെച്ചാൽ അതിന് കൂലി കിട്ടും. ഇങ്ങനെയാണ് നന്മയുടെയും തിന്മയുടെയും അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഈമാന്റെ ഉദാഹരണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, സഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ച ആളുണ്ടോ? നോമ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, എനിക്കിന്ന് നോമ്പാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആളുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, സഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ച ആളുണ്ടോ? ഇന്ന് ആരെങ്കിലും ഒരു മയ്യത്തിന്റെ ഒപ്പം പോയ ആളുണ്ടോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ജനാസയെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുറഞ്ഞ സമയം അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു മയ്യത്തുകൊണ്ടാണ് പറ്റും, ഒരു 2 മിനിറ്റ് അതിൻ്റെ ബാക്കിൽ ആ വണ്ടിയേറ്റ് ഒന്നിങ്ങനെ പോയാൽ മതി. അതും ജനാസയെ അനുഗമിക്കലാണ്. ഇതിനൊന്നും വലിയ ചിലവില്ലല്ലോ. നിയ്യത്തിന് ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ 2 മിനിറ്റ് പോയിട്ട് പിന്നെ നമുക്ക് ഓർഡറിലേക്ക് ഇത് പോകാവുന്നതാണ്. പിന്നെ ജനാസയെ അനുഗമിക്കുന്നിടത്തൊരു കാര്യമുണ്ട്. ജനാസയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല കേട്ടോ, വീട് മുതൽ ഖബർ വരെയാണ്. സാധാരണ നമ്മൾ പോകല് വീട് മുതൽ പള്ളിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞേക്കുന്ന പിരിയലാണ്. പള്ളി അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ കയറിയേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പള്ളിക്കൊക്കെ നിസ്കരിക്കാനല്ല, പിന്നെ ഖബറിലേക്ക് മറവ് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ജനാസയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ ഖബർ വരെയാണ്. നേരം വെക്കുന്നുണ്ടെങ്കിൽ ഖബർ വരെ എത്തിയിട്ട് അവിടുന്ന് പോരാ. മറവ് ചെയ്യുന്ന അത്ര സമയം നമുക്ക് നിൽക്കാൻ ഒഴിവില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞേക്ക് പോരരുത്. ഖബർ വരെ പോയിട്ട് ആ ഖബറിൻ്റെ അടുത്ത് എത്തി നമുക്ക് അത്യാവശ്യമായിട്ട് പോകാണ്ടെങ്കിൽ നമ്മൾ പോകാം. കാരണം നമ്മൾ ഏതായാലും അനുഗമിക്കാൻ തീരുമാനിച്ചു, പിന്നെ 2 മിനിറ്റ് കൊണ്ട് ഇതിനെ നഷ്ടപ്പെടുത്തണേ. പള്ളിക്കൊന്ന് ഖബറിൻ്റെ അടുത്തേക്ക് 2 മിനിറ്റല്ലേ ഉണ്ടാവുള്ളൂ, 2 മിനിറ്റ് തികച്ചുണ്ടാവില്ല. ആ ഒരു സമയം കൊണ്ട് ആ വെറുതെ കൂലി കളയണ്ട. അപ്പൊ അതുകൊണ്ട് ജനാസയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല, വീട് മുതൽ ഖബർ വരെയാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഞാനിന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് സയ്യിദ്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു നന്മ ഓല് കേട്ടാലേ പിന്നെ ആ നന്മ വിടൂല.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ സാധുക്കളായ കുറച്ച് ആൾക്കാർ വന്നു, ഫക്കീറന്മാരായ കുറച്ച് ആൾക്കാർ വന്നു. സ്വതക്കൻ്റെ വയലിൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ പിരിച്ചോളല്ലോ അല്ലേ? പറയണ്ട, ഉഷാറായിട്ട് കൊടുക്കുക എല്ലാവരും. കായ് കൊടുക്കേണ്ടത് ഒരു മടിയും കാണിക്കണ്ട. മരിച്ചവരുടെ മേലിൽ ഹദിയയായിട്ട് ഇടുന്നത് എന്നാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് കൂലിയും കിട്ടും, മരിച്ചവർക്ക് അതിൻ്റെ മിസിൽ സവാബും കിട്ടും. നമുക്കൊന്നും കുറയില്ല, ഓർക്ക് കൂലിയും കിട്ടിക്കോളും. അപ്പൊ എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കരുത്, ഹദിയയായി കൊടുക്കണം. കാരണം സ്വതക്കയേക്കാൾ കൂലിയുണ്ട് ഹദിയക്ക്. അല്ല, നിങ്ങളോട് തന്നെ അല്ലേ ഇപ്പം ഞാനീ പറയണേ? അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഈ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം? സ്വതക്കയായി കൊടുക്കരുത്, ഹദിയയായി കൊടുക്കണം. അതിനൊന്നും ചെയ്യാനില്ല, ഞാൻ ഈ കൊടുക്കുന്നത് ഹദിയാണെന്ന് കരുതിയാൽ മതി, അത്രേ ഉള്ളൂ. ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കണ്ട, ഹദിയയായിട്ട് കൊടുക്കുക. എന്നാൽ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ കൂലി കിട്ടും, വാങ്ങുന്ന ആൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട മുതലായി അത് മാറും. സ്വതക്കയേക്കാൾ നല്ല മുതലാണ് ഹദിയ കിട്ടുന്ന മുതൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനമാണ് ഹദിയ. നബി തങ്ങൾ എന്ത് പണിക്കാ പോയിന്ന്? ആടി നോക്കാൻ പോയത് നുബുവത്തിന്റെ മുമ്പാണ്, ശേഷമല്ല. കച്ചവടത്തിന് പോയത് നുബുവത്തിന്റെ മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. അതുകൊണ്ട് സമ്പത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് ഹദിയയായി ലഭിക്കുന്ന വരുമാനമാണ്. ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം. മുതലാളിക്കും കൊടുക്കാം, മുതലാളിക്കും വാങ്ങാം. തൊഴിലാളിക്കും കൊടുക്കാം, തൊഴിലാളിക്കും വാങ്ങാം. ആർക്കും കൊടുക്കാവുന്നത്, ആർക്കും വാങ്ങാവുന്നത്, അഭിമാനത്തോടുകൂടെ സ്വീകരിക്കാവുന്നത്. അതിനാണ് എന്ത് പറയണത്? ഹദിയ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ കുട്ടിക്ക് കൊടുത്ത സാധനം ഹദിയയാണ്, സമ്മാനം. അതാണ് എന്ത്? ഹദിയ എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഒരു നിയ്യത്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനീ കൊടുക്കുന്നത് ഹദിയാണെന്ന് നിയ്യത്ത് ചെയ്താൽ മതി, വേറെ പ്രശ്നമില്ല. എന്നാൽ നല്ല മുതലായിട്ട് മാറും. പിന്നെ അതെന്ത് ചെയ്യുക? മരിച്ചവരുടെ പേരിൽ ഹദിയാക്കിയാൽ രണ്ട് കാര്യമുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അനുസരിച്ച് കൊടുത്ത ആൾക്ക് കൂലി കിട്ടും, കൊടുത്ത ആൾക്ക് ഒന്നും കുറയാതെ മരണപ്പെട്ടവർക്ക് അതിന്റെ മിസ്ലി സവാബും കിട്ടും. അപ്പൊ അതുകൊണ്ട് വെറുതെ കിട്ടുന്നത് കളയണ്ട. ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് വലിയ കൂലി നേടാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, മനുഷ്യന് ദറജ കൂട്ടിത്തരുന്നത് വലിയ അമലുകളല്ല, ചെറിയ അമലുകളാണ്. മനുഷ്യന്മാരെ ദറജ കൂടുന്നത് വലിയ വലിയ അമലുകളെ കൊണ്ടല്ല, ചെറിയ ചെറിയ അമലുകളെ കൊണ്ടാണ് ദറജ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ചെറിയ അമലുകളിൽ വർദ്ധിച്ച സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഈ വിഷയങ്ങൾ ഓർമ്മയിൽ വെക്കണം. അല്ലാഹു നാഫിഅ ഇൽമിനെ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വർദ്ധിച്ച ഈമാന്റെ ഒരുപാട് ഉദാഹരണമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ കുറിച്ച് വഅദ് പറഞ്ഞു. സഹാബത്തെ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് സഹാബാ. സ്വർഗത്തിന് 8 വാതിലുണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, നബിയെ, ആ 8 കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, തുറക്കുമോ, അത് നിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞു. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കണ 8 വാതിലേ. ആ 8 വാതിലും തുറക്കാനൊരു പണിയുണ്ട്. പൊതുണ്ടാക്കി കയറിനോടത്ത് ഹൗദംകാരൊക്കെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോർഡും ഒരു ദുആ എഴുതി വെച്ചിട്ടുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك استغفر الله. ഒരു ദുആ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും, ഈ ദുആ നടത്തുന്നവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം. എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കാര്യച്ചില്ല, എല്ലാ പള്ളിക്കും ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇല്ലേ? ഇല്ലേ? ഇല്ല. അതിന്റെ പണി നടക്കുകയാണ്, കഴിഞ്ഞാൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ആവശ്യമില്ലാത്ത പയതെടുത്ത് കഴിഞ്ഞതാണ് പുതിയ വെക്കും ഇൻഷാ അല്ലാഹ്. ആവശ്യമില്ലാത്ത നോട്ടീസൊന്നും വെക്കും ചെയ്യരുത് കേട്ടോ. ആവശ്യമുള്ളത് വെച്ചാൽ മതി, ആവശ്യമില്ലാത്തൊന്നും വെക്കരുത്. കുറേ ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാവും. ഇവിടെ അങ്ങോട്ടാക്കരുത്, അവിടെ അങ്ങോട്ടാക്കരുത്, മറ്റേത് അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, ചെരുപ്പ് ഇവിടെ